നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ്. കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ കണ്ടായിരുന്നോ? ക്ലാസ് കണ്ട് പഠിച്ചോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചു കൊണ്ടുപോകത്തുള്ളൂ നിങ്ങളെ. ഇതിനു വേണ്ടി വേറെ സമയം മാറ്റി വെക്കേണ്ട ആവശ്യം വരരുത്. പിന്നെ ക്ലാസ് കണ്ട് പഠിച്ചിട്ട് ഒന്ന് റിവിഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തരുന്നുണ്ട്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഈ ക്ലാസ്സിന്റെ നോട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ എസ് എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. നോട്ട് നമുക്ക് എന്തായാലും ടെലഗ്രാം ചാനൽ പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയിക്കോളാം. തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഉച്ചകോടി നടത്തുന്നത്? ഇന്ത്യയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഉച്ചകോടികൾ സംഘടിപ്പിക്കുന്നത്. ഇത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയാണ്. അപ്പൊ ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ള വ്യാപാര ബന്ധങ്ങൾ, നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉച്ചകോടി നടത്തിയത്. വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി. ലാസ്റ്റ് ഇപ്പോ ഈ 2026 മുന്നേ നടത്തിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2015 ഇങ്ങനെ ഒരു ഉച്ചകോടി നടത്തിയത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2026 ഇങ്ങനെ ഒരു ഉച്ചകോടി നടത്തിയത്. ഓക്കെ, അപ്പൊ 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹി. അടുത്ത ചോദ്യം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തിടെ അമേരിക്കയിൽ സ്ഥാപിച്ച സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ. അന്ന് ചോദ്യം എന്തായിരുന്നു? അടുത്തിടെ ഏത് രാജ്യത്താണ് സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്തത് എന്നായിരുന്നില്ലേ ചോദ്യം? എവിടെയായിരുന്നു? അമേരിക്ക. ഇവിടെ ചോദ്യം അതിന്റെ ശില്പി ആരാണെന്നാണ്. ആ പ്രതിമയുടെ ശില്പി നരേഷ് കുമാർ കുമാവത്ത്. നരേഷ് കുമാർ കുമാവത്താണ് ആ പ്രതിമയുടെ ശില്പി. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻസിന്റെ പ്രതിമകളൊക്കെ, പ്രശസ്തരായ ഇന്ത്യക്കാരുടെ പ്രതിമകളൊക്കെ സ്ഥാപിക്കുന്നത്? ഇന്ത്യയുടെ സംസ്കാരം മറ്റു രാജ്യങ്ങളിലും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്തിനാ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നല്ലേ, ഇന്ത്യയിൽ വെച്ചാൽ പോരെ? ഇതാണ് റീസൺ. ഇന്ത്യയുടെ സംസ്കാരം മറ്റ് രാജ്യങ്ങളിലേക്കും പ്രചരിപ്പിക്കാൻ വേണ്ടി, ഇന്ത്യയുടെ മഹത്തായ സംസ്കാരം മറ്റ് രാജ്യങ്ങളിലേക്കും പ്രചരിപ്പിക്കാൻ, ഇന്ത്യയിൽ ഇത്രയും മഹാന്മാർ ജീവിച്ചിരുന്നു, ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഇതൊക്കെയാണ് എന്ന് മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരെയും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മറ്റ് അന്യ രാജ്യങ്ങളിൽ ഇതുപോലെ പ്രതിമയും മറ്റും സ്ഥാപിക്കുന്നത്. അപ്പൊ ഈ പ്രതിമയുടെ, സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമയുടെ ശില്പി ആരാണ്? നരേഷ് കുമാർ കുമാവത്ത്. നരേഷ് കുമാർ കുമാവത്ത്. നരേന്ദ്രനാഥ് ദത്ത. നരേന്ദ്രനാഥ് ദത്ത എന്നല്ലേ സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ പേര്? അപ്പൊ നരേഷ്, നരേന്ദ്രനാഥ്, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാമല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്തിടെ ഏകദേശം 12,000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയ തമിഴ്നാട്ടിലെ പ്രദേശം ഏത്? പനയൂർ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, പദത്തിലൊക്കെ വന്ന ഫാക്ട് ആണ്. പനയൂർ എന്ന സ്ഥലത്താണ്, തമിഴ്നാട്ടിലെ സ്ഥലത്താണ് ഏകദേശം 12,000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിൽ കണ്ടെത്തിയത്. ഓർക്കുമല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി അടുത്തിടെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂസിലൻഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ? ഇറക്കുമതി കയറ്റുമതി നികുതികളൊക്കെ കുറയ്ക്കാൻ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുമ്പോൾ ചുമത്തുന്ന നികുതി കുറയ്ക്കാനും മറ്റും വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത്. അപ്പൊ അടുത്തിടെ ഇന്ത്യയുമായി ന്യൂസിലൻഡ് ആണ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടത് എന്ന് ഓർക്കുക. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉത്തരം താഴെ കമന്റ് ചെയ്യാമോ? ക്ലാസ് ഇരുന്ന് തന്നെ നിങ്ങളെ പഠിപ്പിച്ച ഫാക്ട് ആണ്. ആശാ ഭോസ്ലേക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വർഷം ഏത്? ആശാ ഭോസ്ലേക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വർഷം താഴെ എന്ന് കമന്റ് ചെയ്യാമോ? അപ്പൊ ആശാ ഭോസ്ലയുടെ ഫാക്ട് പഠിപ്പിച്ചു, ആർട്ടമിസ് 2 ഫാക്ട് പഠിപ്പിച്ചു. ഈ 2 ഫാക്റ്റും ഉറപ്പായിട്ടും ചോദിക്കും. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഒന്നുപോലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ 4 ചോദ്യവും കിട്ടിയോ? 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി വേദി ന്യൂഡൽഹി. സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമയുടെ ശില്പി നരേഷ് കുമാർ കുമാവത്ത്.
പനയൂർ തമിഴ്നാട്ടിലെ സ്ഥലമാണ്. ഫോസിൽ 12,000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തി. ന്യൂസിലൻഡുമായിട്ടാണ് ഇന്ത്യ അടുത്തിടെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്. സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ കമ്പനി LGS പ്രിലിംസ് ആൻഡ് മെയിൻസ് പുതിയ ബാച്ച് മെയ് മാസം 4-ന് ക്ലാസ്സുകൾ തുടങ്ങുന്നു. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാനും ഈ ഒരു ബാച്ചില് ഫെസിലിറ്റി ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫുൾ സിലബസ് കവറേജ് ആണ്, ഇൻക്ലൂഡിംഗ് ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പഴയ CRT, പുതിയ CRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സ്, സിലബസിലെ എല്ലാ കാര്യങ്ങളും ഫുൾ സിലബസ് കവറേജ്. പ്രിലിംസ് നമ്മൾ 50 ഡേയ്സ് കൊണ്ട് കവർ ചെയ്യുന്നു. ദെൻ മെയിൻസിലേക്ക് പോകുന്നു. അപ്പൊ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. മെയ് 4-ന് നമ്മൾ ക്ലാസ് തുടങ്ങുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ബാച്ച് നമ്മുടെ LDC 2027 ഒന്നാമത്തെ ബാച്ചിന്റെ ഫസ്റ്റ് ബാച്ചില് നിങ്ങൾ തന്ന ആ ഒരു മികച്ച പ്രതികരണം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ 2ാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. LDC ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരെയൊന്നും എടുക്കത്തില്ല. എടുക്കുന്ന ആൾക്കാർക്ക് ജോലി വാങ്ങി കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ ഇതാ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ബാച്ച് 2. അപ്പൊ നമ്മൾ മെയ് ഹാഫോട് കൂടി, അതായത് അഡ്മിഷൻ ഫിൽ ആകുന്ന മുറയ്ക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാനൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെ എടുക്കത്തുള്ളൂ. എന്റെ മനസ്സിലുള്ള ആൾക്കാർ അത്രയും വരുമ്പോഴത്തേക്ക് നമ്മൾ പിറ്റേന്ന് തന്നെ ക്ലാസ് തുടങ്ങുകയാണ്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റും. 2027 ഡിസംബർ 31, 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനും പറ്റും. ഇപ്പോൾ തന്നെ ഹർഷിതം എജ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാം. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അവർക്ക് മെസ്സേജ് അയച്ച് ഡയറക്ട്ലി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, LGS മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് വരെയുള്ള കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. യൂണിഫോം ജോബ് എല്ലാ പോസ്റ്റിനെയും ഉണ്ട്. കയറി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. ലോകത്തിലെ ആദ്യ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കുന്ന രാജ്യം. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ലോകത്തിലെ ആദ്യ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രമാണ്, സ്റ്റോറേജ് യൂണിറ്റ് ആണ് പ്രവർത്തന സജ്ജമാക്കുന്നത് ഫിൻലൻഡ് ആണ്. ഫിൻലൻഡ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പേപ്പർ രഹിത ജുഡീഷ്യൽ ജില്ല. പ്രതീക്ഷിത ചോദ്യം. വയനാടാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പേപ്പർ രഹിത പേപ്പർലെസ് ജുഡീഷ്യൽ ഡിസ്ട്രിക്ട്. ഏതാന്ന് ചോദിച്ചാൽ വയനാട്. അടുത്തത് ഒരു പുസ്തകമാണ്, ടൈഡ്സ് ഓഫ് ടൈം ഭാരത്സ് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സുധാമൂർത്തിയാണ്. സുധാമൂർത്തി. ടൈഡ്സ് ഓഫ് ടൈം ഭാരത്സ് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സുധാമൂർത്തി. ആരാ എഴുതിയത്? സുധാമൂർത്തി. ഈ 3 ചോദ്യവും കിട്ടിയോ? സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം ഫിൻലൻഡ്, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പേപ്പർ രഹിത ജുഡീഷ്യൽ ജില്ല വയനാട്, ടൈഡ്സ് ഓഫ് ടൈം ഭാരത്സ് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് പുസ്തകം എഴുതിയത് ആരാണ്? സുധാമൂർത്തി. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത്രയും ചോദ്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച ബരാസിംഘ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇത്രയും ഒന്നും ചോദിച്ചില്ലെങ്കിലും ബരാസിംഘ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഉത്തർപ്രദേശ്. അതിന്റെ പ്രത്യേകത എന്താ? കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇക്കോ സെൻസിറ്റീവ് സോണായി അടുത്തിടെ പ്രഖ്യാപിച്ചു. ഇക്കോ സെൻസിറ്റീവ് സോൺ ഉത്തർപ്രദേശിലെ ബരാസിംഘ വന്യജീവി സങ്കേതം. ഓക്കെ, 2026 മാർച്ചിൽ KSRTCയുടെ സ്ഥിരം ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായത് പ്രമോജ് ശങ്കറാണ്. KSRTCയുടെ CMD എന്ന് ഓർക്കുക. പ്രമോജ് ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? കോഴിക്കോട് ജില്ലയിലെ വടകര. ഫസ്റ്റ് റൂറൽ ഡിസ്ട്രിക്ട് ജയിൽ. ഇതും പ്രതീക്ഷിത ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ എവിടെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ്. സംസ്ഥാനത്തെ ജയിൽ സംവിധാനങ്ങളുടെ വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് ഗ്രാമീണ മേഖലയിൽ അഥവാ റൂറൽ മേഖലയിൽ സ്ഥാപിക്കുന്ന ആദ്യത്തെ ജില്ലാ ജയിൽ ഏതാണ്? വടകര ജില്ലാ ജയിലാണ്. റൂറൽ ഡിസ്ട്രിക്ട് ജയിൽ വടകര. ഓക്കെ, അപ്പൊ ഉത്തർപ്രദേശിലാണ് ബരാസിംഘ വന്യജീവി സങ്കേതം. KSRTCയുടെ CMD പ്രമോദ് ശങ്കർ.
ഫസ്റ്റ് റൂറൽ ഡിസ്ട്രിക്ട് ജയിൽ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ വടകര. കോഴിക്കോട് ജില്ലയിലെ വടകര. അപ്പൊ നമ്മുടെ LDC രണ്ടാമത്തെ ബാച്ചിന്റെ കാര്യം മറന്നു പോകരുത്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തുള്ള സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. ആലപ്പുഴ ജില്ലയിൽ പമ്പാ നദിക്ക് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം ഏതാണെന്ന് ചോദിച്ചാൽ പടഹാരം, നോട്ട് പലഹാരം, പടഹാരം പാലമാണ് ആലപ്പുഴ ജില്ലയിൽ പമ്പാ നദിക്ക് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്, പ്രതീക്ഷിത ചോദ്യം. 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കെ സച്ചിദാനന്ദനാണ് 2026 കുമാരനാശാൻ മലയാള കവി പുരസ്കാരത്തിന് അർഹനായത്. കെ സച്ചിദാനന്ദൻ. റെയ്സിന ഡയലോഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ റെയ്സിന ഡയലോഗിന്റെ ലക്ഷ്യം? 2026 മാർച്ച് മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത 11ാമത് റെയ്സിന ഡയലോഗിന്റെ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ രാജ്യാന്തര സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യുക. എന്ന ലക്ഷ്യത്തോടെ 2026 മാർച്ച് മാസം റെയ്സിന ഡയലോഗിന്റെ 11ാമത് സമ്മേളനമാണ് നടന്നത്. ആരുദ്ഘാടനം ചെയ്തു? നരേന്ദ്രമോദി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിപ്പോ? ഗ്യാനേഷ് കുമാർ. ഇദ്ദേഹത്തിന് നേരെ ഇപ്പോ ഇംപീച്ച്മെന്റ് നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേര് ചോദിക്കും, ഈ ഒരു ഫാക്ടും ചോദിക്കും. ഇന്ത്യൻ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നേരിടുന്ന ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ഗ്യാനേഷ് കുമാർ ആണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പുറത്താക്കാനും ഇംപീച്ച്മെന്റ് നടപടി തന്നെയാണ് അവർ നേരിടേണ്ടി വരുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായ ഒരു സംഭവ വികാസമായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരോ ഈ നടപടിയോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കുന്നതിന് സമാനമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയൂ. വെറുതെ ഒന്നും പറഞ്ഞുവിടാൻ പറ്റുമോ? ഇല്ല. ഇംപീച്ച്മെന്റ് നടപടി തന്നെ വേണം പുറത്താക്കാൻ. ഓക്കെ. അപ്പൊ 4 ഫാക്റ്റും കിട്ടിയല്ലോ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തയിലേക്ക് പോകാം. ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് 6G മൊബൈൽ നെറ്റ്വർക്ക് സജ്ജമാക്കുന്നതിനും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനുമുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത്? ഫിൻലൻഡിന്റെ നേരത്തെ ഒരു ഫാക്ട് പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം ഫിൻലൻഡിലാണ് സജ്ജമാകുന്നത്. അടുത്ത ഫാക്ട്, ഇന്ത്യ ഏത് രാജ്യമായിട്ടാണ് 6G മൊബൈൽ നെറ്റ്വർക്ക് സജ്ജമാക്കുന്നതിനും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനുമുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ ഫിൻലൻഡ്. 2026 പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ യുവാക്കളുടെ സ്ഥാനം 60ാം സ്ഥാനമാണ്. ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ യുവാക്കളുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 60ാം സ്ഥാനം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫാക്ട്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയോ? ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ട് 60ാം സ്ഥാനം. ഫിൻലൻഡിന്റെ 2 ഫാക്ട് ഓർക്കുക. ഗ്യാനേഷ് കുമാർ ഇംപീച്ച്മെന്റ് നടപടി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. രാജ്യാന്തര സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെയ്സിന ഡയലോഗ് സമ്മേളനം നടത്തിയത്. കെ സച്ചിദാനന്ദനാണ് 2026 കുമാരനാശൻ മലയാള കവി പുരസ്കാരം ലഭിച്ചത്. ആലപ്പുഴ ജില്ലയിൽ പമ്പാ നദിക്ക് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം പടഹാരം പാലം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ LDC ബാച്ചിന്റെ കാര്യവും കമ്പനി LGSന്റെ പുതിയ ബാച്ചിന്റെ കാര്യവും മറന്നു പോരുത്. കമ്പനി LGSന്റെ പുതിയ ബാച്ച് പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് മെയ് മാസം 4 സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേരളത്തിലെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ വടകര. പ്രമോദ് ശങ്കർ KSRTCയുടെ CMD. ബരാസിംഹ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ്. സുധാമൂർത്തിയുടെ ഒരു പുസ്തകം പറഞ്ഞു, ടൈഡ്സ് ഓഫ് ടൈം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പേപ്പർ രഹിത ജുഡീഷ്യൽ ജില്ല വയനാട്. ലോകത്തിലെ തന്നെ ആദ്യ സ്ഥിര ആണവ മാലിന്യ സംഭരണ കേന്ദ്രം ഫിൻലൻഡ് ആണെന്ന് ഓർക്കുക. ഓക്കെ. അടുത്ത ഫാക്ട് എന്താ പറഞ്ഞത്? ന്യൂസിലൻഡുമായിട്ടാണ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്.
12,000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിൽ പനയൂർ തമിഴ്നാട്. നരേഷ് കുമാർ റാവത്ത് സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ ന്യൂഡൽഹിയിലാണ് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ വേദി. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? പറഞ്ഞ ഫാക്ട്സ് എല്ലാം കിട്ടിയോ? ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ എസ് എന്നൊന്ന് പറയാമോ? എന്തായാലും ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യൂ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാമേ. ഡെയിലി ഫ്രീ ഷുവർ ഷോട്ട് GK അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം preparation. God bless you all. Thank you.